जय सच्चिदानंद। ये विश्व में सुख और शांति हो, ये विश्व में सुख और शांति हो, ऐसी करुणा कर देना, ऐसी करुणा कर देना, दिल भीतर के सब तिमिर हरो, दिल भीतर के सब तिमिर हरो, तारण तारण परमात्मा, तारण तारण परमात्मा, ये विश्व में सुख और शांति हो, ये विश्व में सुख और शांति हो, ज्ञानांजन है प्रगट पुरुष, ज्ञानांजन है प्रगट पुरुष, सिद्धेश्वर शिल्पी सन्मुख, सिद्धेश्वर शिल्पी सन्मुख, सब जीव को आत्म प्राप्ति दियो, सब जीव को आत्म प्राप्ति दियो, निरावरणी व्यक्तात्मा, निरावरणी व्यक्तात्मा, ये विश्व में सुख और शांति हो, ये विश्व में सुख और शांति हो, एक स्वभाव है प्रकाश का, एक स्वभाव है प्रकाश का, चाहे किसी भी दीप में हो, चाहे किसी भी दीप में हो, पश्चिम पूरब सूरज हो, पश्चिम पूरब सूरज हो, निष्पक्षी है किरणात्मा, निष्पक्षी है किरणात्मा, ये विश्व में सुख और शांति हो, ये विश्व में सुख और शांति हो, निसंशय ओम महेश्वरा, निसंशय ओम महेश्वरा, प्रफुल्लित आनंद उदय करा, प्रफुल्लित आनंद उदय करा, शुद्ध अंतस्थल की जगमग ज्योत, शुद्ध अंतस्थल की जगमग ज्योत, केवल ज्ञान में स्थिर करना, केवल ज्ञान में स्थिर करना, ये विश्व में सुख और शांति हो, ये विश्व में सुख और शांति हो, भव भय भंजक मूल शरण, भव भय भंजक मूल शरण, आप से कटते जन्म मरण,
अंतिम आ जाए, जब आयु अंतिम आ जाए, त्वमसु चरणों में ले लेना, 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 त्वमसु चरणों में ले लेना. ജയ് സച്ചിദാനന്ദ. ശ്രമം, പുണ്യം, പ്രാപ്തം ഇവയ്ക്കെല്ലാം എന്താണ് ഡിഫറൻസ് ഉണ്ടാവുക? എങ്ങനെയാണ് ഇതിനെ ഡിമാർക്കേഷൻ ചെയ്യുക? വീട് വാസ്തുപ്രകാരം മാറ്റി നിർമ്മിക്കുന്നത് കൊണ്ട് കർമ്മദോഷങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടാവുമോ? ആദ്യം വാസ്തുവിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കാം. വാസ്തുപ്രകാരം മാറ്റി പണിയുന്നത് കൊണ്ട് നമ്മുടെ കർമ്മദോഷങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് കർമ്മദോഷത്തിൻ്റെ ഫലം നൽകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതിനുശേഷം വാസ്തു കൊണ്ട് എന്ത് ഫലം? സൃഷ്ടിച്ച ദൈവത്തിന് പോലും കർമ്മദോഷത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവയെല്ലാം സൈക്കോളജിക്കൽ എഫക്റ്റാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കരുതുന്നു. വാസ്തുപ്രകാരം ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ചിലർക്ക് മാറ്റമുണ്ടായില്ലെന്നും വരാം. എല്ലാവർക്കും ചേഞ്ച് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ കർമ്മഫലത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലേ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവൂ. അപ്പോഴത് വാസ്തു കൊണ്ടുണ്ടായതാണ് എന്ന് അവർക്ക് തോന്നുന്നു. പലർക്കും വാസ്തുപ്രകാരം എന്ത് മാറ്റിയാലും ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും സയൻറ്റിഫിക്കായ കാര്യങ്ങളല്ല, സിദ്ധാന്തത്തിൻ്റെ കാര്യവുമല്ല. എന്താണ് ഈ സിദ്ധാന്തം? ഒരു കാര്യത്തിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ സംഭവിക്കണം, അല്ലേ? ഇതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ജ്യോതിഷത്തെ സംബന്ധിച്ചുള്ളതാണ്. ബാക്കി കാര്യങ്ങളിലൊന്നും സിദ്ധാന്തം ഉണ്ടാവില്ല. ഇതിലെല്ലാം എന്തുമാത്രം വിശ്വസിക്കാനാവും? പലർക്കും പറയുന്നതെല്ലാം നടന്നില്ല എന്നും വരാം. കർമ്മദോഷ സിദ്ധാന്തം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് സ്പഷ്ടമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും അർജുനൻ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞാലും തീർച്ചയായും യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ആ യുദ്ധത്തിൻ്റെ കർമ്മഫലം അയാൾ ജനിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും കർമ്മഫലം ചെയ്ത് തീർത്തേ പറ്റൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് സാധിക്കില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് അത്രയും ഫേമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുപരി മറ്റൊന്നും ഇല്ല എന്നർത്ഥം. ഇതിനേക്കാൾ ഉയർന്ന ശാസ്ത്രം എന്താണുള്ളത്? അതുകൊണ്ട് ഈ കർമ്മഫലം എന്ന സിദ്ധാന്തപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ തുടക്കത്തിൽ തന്നെ അത്രയും വലിയ ഒരു മഹാഭാരത യുദ്ധത്തെ നിർത്താൻ വേണ്ടി എന്തൊക്കെയോ പ്രയത്നിച്ചു നോക്കിയില്ലേ? അർജുനന് മനസ്സിലാക്കി കൊടുത്തു, അർജുനന് പറഞ്ഞു കൊടുത്തു. ദുര്യോധനെ കണ്ടു, ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും കുന്തി, കർണൻ ഇവരെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയത്നിച്ചു. പക്ഷെ ആർക്കും മനസ്സിലായില്ല, ആരും അനുസരിച്ചില്ല, ആരും അദ്ദേഹം പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല, ആരും സ്വീകരിച്ചതുമില്ല. സ്വയം ഭഗവാനായിരിക്കുന്ന ശ്രീകൃഷ്ണന് പോലും മറ്റുള്ളവരുടെ കർമ്മഫലത്തെ മാറ്റാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അവർക്ക് എല്ലാ ശക്തിയും ഉണ്ടായിരുന്നു. വാസ്തുശക്തികളും ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ്. കൂടാതെ ദുര്യോധനനും അർജുനനും അവരുടെ മാളികകളുടെ കതക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ അർജുനോട് അദ്ദേഹം പറഞ്ഞു, നീ ബാണത്തെ സാധാരണ രീതിയിലല്ലാതെ തലകീഴായി എയ്താലും ഇവരെല്ലാവരും മരിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. വാസ്തുക്കളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ? ഇതെല്ലാം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ലേ? പക്ഷേ ഇതെവിടെയും പറഞ്ഞിട്ടില്ല. ഗീതയിൽ പോലും ഇതിനെപ്പറ്റി യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. തത്വജ്ഞാനത്തിൽ അതിൽ പോലും ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല എന്ന് പറയുന്നു. എല്ലാം വിശ്വാസമാണ്. ദിസ് ഈസ് ഓൺലി ബിലീഫ്. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് അതേ വിശ്വാസത്തോടെ സ്വയം പിടിച്ചു വെച്ച് വെറുതെ പ്രശ്നത്തിനിരയാവുന്നു. പക്ഷേ കർമ്മഫലത്തിൽ യാതൊരു ഡിഫറൻസുമില്ല. വിധിച്ചത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തീർച്ചയായും സൈക്കോളജിക്കൽ ഡിഫറൻസ് ഉണ്ടാവും. പ്രാപ്തം, പുണ്യം, പ്രാരബ്ധം ഇവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവയ്ക്ക് തമ്മിലുള്ള ഡിമാർക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
പ്രാപ്തം, പരിശ്രമം ഇവയ്ക്ക് തമ്മിൽ ഡിവിഷൻസ് ഉണ്ട്. പുണ്യം പ്രാപ്തത്തിലാണ് ഉണ്ടാവുന്നത്, പരിശ്രമത്തിൽ ഉണ്ടാവുന്നില്ല. പ്രാപ്തത്തിൽ 2 വിധങ്ങളുണ്ട്. പുണ്യകാലത്ത് നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പാപഫലത്തിൽ, അതായത് അപ്പോൾ മോശമായ ഫലങ്ങൾ ഉണ്ടാവുന്നു. പുണ്യത്തിൻ്റെ കണക്ക് പ്രകാരം പ്രാപ്തം നല്ല ഫലം ലഭിക്കുന്നു, പാപത്തിൻ്റെ കണക്ക് പ്രകാരം മോശമായ ഫലവും. അതായത് പ്രാപ്തവും പുണ്യവും ഒരേ ഡിവിഷനിൽ തന്നെ ഉണ്ടാവുന്നു. പ്രയത്നം എന്നത് സെപ്പറേറ്റ് ആണ്, അതിൽ നിന്നും വ്യത്യസ്തമാണ്, പ്രാപ്തത്തിൽ നിന്നും വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റ് ആയിരിക്കും. ചിലർ പറയും പ്രാപ്തമാണ് ഏറ്റവും മികച്ചതെന്ന്, ചിലർ പ്രയത്നമാണ് മികച്ചത് എന്ന് പറയും. എന്നാൽ കൂടുതൽ ശ്രമിക്കുന്നവർ പോലും എന്താണ് പറയാറുള്ളതെന്നോ, അവരുടെ പല കാര്യവും നടക്കാതെ പോകുന്നു. ചിലർ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, കഠിനാധ്വാനം ചെയ്യുന്നു, എത്രയോ പ്രയത്നിക്കുന്നു, പക്ഷേ അവർക്ക് യാതൊരു ഫലവും ലഭിക്കുന്നില്ല, ഒന്നും നേടാനാവുന്നില്ല. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യം ഉദിക്കുന്നു. എത്രയോ പേർ ഒന്നും ചെയ്യാതിരിക്കുന്നു, എന്നാലും അവർക്ക് എല്ലാ ഫലവും സിദ്ധിക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? 2 കാര്യങ്ങളും നടക്കുന്നു. എല്ലാം ശരി എന്ന് പറയത്തക്ക അളവിലായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ പരസ്പരം കോൺട്രഡിക്ഷൻസും ഉണ്ടാവുന്നു. സത്യത്തിൽ ഇവയെല്ലാം എന്താണ്? സത്യത്തിൽ നാം എന്തിനെയാണ് പരിശ്രമം എന്ന് പറയുന്നത്, കൂടാതെ എന്തിനെയാണ് നാം പ്രാപ്തം എന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഡെഫിനിഷൻ നമുക്കറിയാതെ പോകുന്നു. രണ്ടിനും നടുവിൽ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഉണ്ടാവുന്നില്ല. ജ്ഞാനികൾ എക്സാക്റ്റായി എന്താണ് പറയുന്നത്? നാം നമ്മെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നില്ല, പകരം ഓരോ തരത്തിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നു, അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുന്നു. കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഫലം സിദ്ധിക്കുന്നു. ഇതിനെയാണ് പ്രയത്നം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതെ ഫലം കിട്ടിയാൽ അതിനെ പ്രാപ്തം എന്ന് പറയുന്നു. എന്നാൽ അത് ശരിയല്ല. പ്രാപ്തം എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫലം ലഭിക്കുന്നോ, റിസൾട്ട് ഉണ്ടാവുന്നു, അതിനെയാണ് പ്രാപ്തം എന്ന് പറയുന്നത്. ആ റിസൾട്ട് പോസിറ്റീവായാലും നെഗറ്റീവായാലും പ്രാപ്തം തന്നെയാണ്. പുണ്യത്തിൻ്റെ ഫലവും പാപത്തിൻ്റെ ഫലവും, ശുഭമായാലും അശുഭമായാലും രണ്ടും പ്രാപ്തം എന്നറിയപ്പെടുന്നു. പ്രാപ്തം എന്നത് വിധിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് എഴുതി കഴിഞ്ഞിരിക്കുന്നു. എഴുതാത്തതൊന്നും പ്രാപ്തമാവാൻ പോകുന്നില്ല. അത് സ്ഥൂലത്തിൽ രൂപത്തോടെ ഇരിക്കുന്നു. ഇതിനെ 5 സെൻസ് കൊണ്ട്, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവത്തിൽ അറിയാൻ കഴിയും. പ്രയത്നം സൂക്ഷ്മത്തിലാണ് ഉള്ളത്. അത് പുറമേക്ക് കാണാനാവില്ല. എന്തൊരു കാര്യവും എഴുതാതെ സംഭവിക്കാൻ പോകുന്നില്ല. പ്രയത്നിക്കാതെ നേടാൻ സാധിക്കില്ല. പുറമേ നിന്ന് എന്ത് നടന്നാലും അതിന് നിങ്ങൾക്കൊരു പ്രാപ്തം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് ഈ പ്രാപ്തം എന്നത്. ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രമായി ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രയത്നം. പ്രയത്നം എന്നതിൻ്റെ പരിപൂർണമായ അർത്ഥം അതിന് ഫലം കിട്ടും എന്നതാണ്. നമുക്ക് ഏത് ഫലമാണോ ഫേവർ ആയിട്ടുള്ളത്, ഏതാണ് ഫേവർ അല്ലാത്തത്, അതിനും ഇതിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ തീർച്ചയായും ഫലം ഉണ്ടാവും. നാം ഇവിടെയുള്ള 2 വഴികളിൽ ഒന്നുകിൽ പ്രാപ്ത വഴി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രയത്ന വഴി ചൂസ് ചെയ്യണം. ഇതാണ് ശരി, ഇത് ശരിയല്ല എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? പ്രയത്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങൾ പ്രയത്നിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അറിയില്ല. അത് സൂക്ഷ്മത്തിൽ നടക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചോയ്സസ് ഒന്നുമില്ല, പ്രയത്നം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ പ്രാപ്തം ഫലം മുഖേന ഉണ്ടാവുന്നു. യഥാർത്ഥ പ്രയത്നം എന്താണെന്നത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവില്ല. ഈ അവയർനെസ് എപ്പോഴാണോ ഉണ്ടാവുന്നത് അപ്പോഴേ അതെന്താണെന്ന് അറിയുകയുള്ളൂ. പ്രയത്നം എന്നത് നിങ്ങൾക്ക് സൂക്ഷ്മത്തിലുണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, പ്രയത്നം, പ്രാപ്തം എന്നൊക്കെ എന്തിനെയാണ് പറയുന്നത്? നിങ്ങളെ കാണാൻ ചില അതിഥികൾ വരുന്നു. അവരെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് ആനയിച്ചിരുത്തുന്നു. അവർ ഈ സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആൾക്കാരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, സമൂഹ സേവ ചെയ്യുന്നവരാണ്. അവർ നിങ്ങളുടെ അടുക്കൽ വന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്നു എന്ന് കരുതുക. സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ വേണം.
ഞങ്ങൾ ഈ നല്ല കാര്യം ചെയ്യാൻ സഹായിക്കുന്നു. അതിന് 5 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് നിങ്ങളെ അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെ 5 ലക്ഷം ഡൊണേഷനായി കൊടുക്കുന്നു. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് നിങ്ങളെ കാണാൻ വരുമ്പോൾ പറയും, അയ്യോ നീ എന്തിനാ അവർക്ക് 5 ലക്ഷം രൂപ കൊടുത്തത്, നീ വാസ്തവത്തിൽ അത് കൊടുത്തോ എന്ന് ചോദിക്കും. അതേ കൊടുത്തു എന്ന് പറയും. ഉടനെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറയും, നീ എന്തിനാ അവർക്ക് കൊണ്ടുപോയി പണം കൊടുത്തത്, അവരെല്ലാവരും കള്ളന്മാരാ, അവരാരും നല്ല കാര്യമൊന്നും ചെയ്യില്ല, അവരാ പണം മുഴുവനും ധൂർത്തടിച്ച് നശിപ്പിക്കും. നിങ്ങൾ പറയും, അതെ എനിക്ക് അവരെപ്പറ്റി എല്ലാം നന്നായിട്ട് അറിയാം, അവരെല്ലാവരും കള്ളന്മാരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ, അതിൻ്റെ ചെയർമാൻ എന്നെ കണ്ട് നിർബന്ധിച്ച് വാങ്ങിക്കൊണ്ടു പോയതാണ്, അദ്ദേഹം എൻ്റെ ബന്ധുവാണ്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്, അദ്ദേഹം പ്രഷറൈസ് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ പ്രവൃത്തിക്ക് പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്താണ്? മനസ്സോടെ കൊടുത്തതല്ല. സത്യത്തിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്ത ഇങ്ങനെയായിരുന്നു. നിങ്ങൾ പുറത്തു പറയുന്നോ ഇല്ലയോ, മനസ്സിനകത്തുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട് വന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു. ഇല്ലെങ്കിൽ ആ ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടായിക്കൊണ്ടിരിക്കും. ഉള്ളിലുള്ള ഇൻറ്റൻഷൻ, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ, അതാണ് കർമ്മഫലത്തെ ചാർജ് ചെയ്യിക്കുന്നത്, അതാണ് പരിശ്രമിക്കുന്നത്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യമായ ഫലം കിട്ടുന്നത്. സൂക്ഷ്മത്തിൽ ഇത് പ്രയത്നമാണ്, നെഗറ്റീവ് പ്രയത്നം. അതേ സ്ഥലത്ത് നിങ്ങൾ പോസിറ്റീവ് പരിശ്രമവും നടത്തിയേക്കാം. അതായത് മനസ്സോടെ നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതോടെ നമ്മുടെ കടമ പൂർത്തിയാവുന്നു എന്ന് കരുതുക. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു അത് അവരുടെ ചുമതലയാണ്. നാം കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചിന്തയൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നം പോസിറ്റീവായിരുന്നു. നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തു, പോസിറ്റീവായി ചിന്തിച്ചു, പുണ്യഫലം സിദ്ധമായിരിക്കുന്നു. പക്ഷേ ഞാൻ പ്രഷറൈസ് കാരണമാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും പാപ കർമ്മഫലം ചാർജാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? 5 ലക്ഷം കൊടുക്കണം എന്ന് നിങ്ങളുടെ പ്രാപ്തത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കൊടുത്തത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്ത് ധർമ്മം ചെയ്യണം എന്ന് കരുതിയിരുന്നത് കൊണ്ടാണ്. അതിൻ്റെ കണക്ക് പ്രകാരം ഈ ജന്മത്തിൽ 5 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞ ജന്മത്തിന്റെ പരിശ്രമ ഫലം കൊണ്ട് പ്രാപ്തമായതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണ് ചിന്തിച്ചത്? നിങ്ങൾ പാപമുണ്ടാക്കിയിരിക്കുന്നു, നിങ്ങൾ സ്വയം പറഞ്ഞു കുടുങ്ങിയിരിക്കുന്നു. ഫിസിക്കൽ പ്രയത്നം പ്രാപ്തമാവുമോ? ഫിസിക്കൽ പ്രയത്നം എന്നത് അതെ, നിങ്ങൾ 4 മണി മുതൽ കഷ്ടപ്പെടുന്നു, എല്ലാം ചെയ്യുന്നു, ഇവയെല്ലാം പ്രാപ്തമാണ്. ഈ 5 സെൻസ് കൊണ്ട് എന്ത് നടന്നാലും അതെല്ലാം പ്രാപ്തമാണ്. അഞ്ച് കർമ്മ ഇന്ദ്രിയങ്ങൾ, ജ്ഞാന ഇന്ദ്രിയങ്ങളൊക്കെ. പ്രയത്നം എന്നത് 2 വിധത്തിലുണ്ട്. ഒന്ന് മോഹം എന്ന പ്രയത്നം, മറ്റൊന്ന് മോഹമില്ലാതായ ശേഷം ജ്ഞാനികളായ ഈ പ്രയത്നം ഉണ്ടാവും. ഇതിനെയാണ് പ്രയത്നം എന്ന് പറയുന്നത്, റിയൽ പ്രയത്നം. ഈ അജ്ഞാന ദിശയുള്ളപ്പോൾ, നിങ്ങളുടെ പേരെന്താണ്? സംഗീത അല്ലേ? ഞാനാണ് സംഗീത എന്ന ചിന്ത എത്ര കാലത്തോളം ഉണ്ടോ അതുവരെ നിങ്ങളെടുക്കുന്ന പ്രയത്നമെല്ലാം മോഹത്തിൻ്റെ പ്രയത്നങ്ങളാണ്. അത് ശുഭമായോ അശുഭമായോ നടന്നേക്കാം. പക്ഷേ ഈ മോഹം ഇല്ലാതായ ശേഷം ഉണ്ടാവുന്ന പ്രയത്നമാണ്, അതിനെ റിയൽ പ്രയത്നം എന്ന് പറയാം. ഞാൻ സംഗീതയല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ശുദ്ധാത്മാവാണ്. ഈ ഇന്റേണൽ അവയർനെസ് നിങ്ങൾക്കുണ്ടാവാൻ തുടങ്ങുന്നു. ഈ ആത്മസ്വരൂപത്തിൽ നിങ്ങൾ പ്രവേശിച്ച ശേഷം നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രയത്നം ഉണ്ടാവുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതേ അവയർനെസ്സോടെ ഇരുന്നാൽ അത് ആത്മാവിൻ്റെ പരിശ്രമം ആണ് എന്ന് പറയാം. അതാണ് നിങ്ങളെ എല്ലാ ധർമ്മങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മോക്ഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് യഥാർത്ഥ പ്രയത്നം. ജ്ഞാനികളായ ശേഷം ആത്മാവ് അതിന് ശേഷമാണ് ഉണ്ടാവുക. മനസ്സിലായി? ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ലേ? ഫിസിക്കൽ പരിശ്രമം നാം എന്തെങ്കിലും ആലോചിക്കുന്ന കൊണ്ട് സംഭവിക്കുന്നില്ലേ? മനസ്സിനകത്ത് തോന്നിയാൽ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിന്റെ പ്രഷർ കൊണ്ടാണ് പണം കൊടുത്തത് എന്ന് പറയുകയാണെങ്കിൽ
അതിനുശേഷം നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്റേണൽ അവയർനെസ് കൊണ്ട് അത് നിങ്ങളെ ഇന്റേണലായി ബാധിക്കാൻ ആരംഭിക്കും. അതായത് ഞാൻ തെറ്റായി ചിന്തിക്കുന്നു. ഒരുപക്ഷെ ആ ചിന്ത നിങ്ങൾക്കുള്ളിലുണ്ടായാൽ മനസ്സിനകത്ത് ഈ അവയർനെസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടി ഉടനെ നിങ്ങൾ മനസ്താപപ്പെട്ട് പരിഹാരം ചെയ്ത് അത് ഇല്ലാതാക്കാനാവും. പക്ഷേ പിന്നീട് സ്ഥൂലത്തിൽ നടക്കുന്ന ഒന്നും ചേഞ്ച് ചെയ്യാനാവില്ല അല്ലേ? ഒരിക്കലും സാധിക്കില്ല. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല പറയാൻ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പാടില്ലേ? പറയാൻ സാധിക്കില്ല. ഇതെല്ലാം നിങ്ങളുടെ പ്രാപ്തത്തിലുണ്ടെങ്കിലേ ഇതൊക്കെ ചേഞ്ച് ആവുകയുള്ളൂ. പ്രാപ്തമില്ലെങ്കിൽ തീർച്ചയായും ചേഞ്ച് ആവില്ല. ചിലപ്പോൾ നാം ഒന്നും പറയരുതെന്ന് കരുതിയാലും പറഞ്ഞു പോകുന്നു. എന്തൊക്കെ അതെ. ഡിസൈഡ് ചെയ്താലും അത് ചിലപ്പോൾ നടക്കാറില്ലേ? അതെ, അതെന്തുകൊണ്ടാ? ഒന്നും നമ്മുടെ കയ്യിലല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാം പ്രാപ്തമാണ്. മനുഷ്യൻ സംസാരിക്കുന്നു, മൃഗങ്ങൾ സംസാരിക്കുന്നില്ല. അവർ താനെ സംസാരിക്കില്ല. ടേപ്പ് റെക്കോർഡറാണ് സംസാരിക്കുന്നത്. ടേപ്പ് റെക്കോർഡർ എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രയത്നം വേണോ? അന്നന്ന് റെക്കോർഡാവുന്നത് അന്നന്ന് തന്നെ കേൾക്കാൻ സാധിക്കും. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ സ്വയം സംസാരിക്കുന്നില്ല. ടേപ്പ് റെക്കോർഡർ സംസാരിക്കുന്നു, ഞാനല്ല സംസാരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ റെക്കോർഡ് ടേപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണത്. അത് റെക്കോർഡായിരിക്കുന്നു. ഇതെല്ലാം സ്ഥൂലത്തിലല്ല ഉള്ളത്, സൂക്ഷ്മത്തിലാണ് നടക്കുന്നത്. റെക്കോർഡ് കോഡ് വേർഡിൽ നടക്കുന്നു. പിന്നീട് ഷോർട്ട് ഹാൻഡിലാവുന്നു. നാം ഈസിയായി ഫോർവേഡ് ചെയ്ത് ഷോർട്ട് ഹാൻഡിൽ കൊണ്ടുവരുന്നു. അത് പുറത്ത് വരുമ്പോൾ ഫുൾ ഫ്ലഡ്ജിൽ വരുന്നു. അതാണ് സംസാരമായി കേൾക്കുന്നത്. അത് ചേഞ്ച് ആക്കാൻ പറ്റില്ല. നാം പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ, അതായത് നാം ആലോചിച്ച് സംസാരിച്ചാൽ ഇതെല്ലാം ചേഞ്ച് ആവുമല്ലേ? നാം വേണമെന്ന് അതെ, ചിന്തിച്ച് നിങ്ങളുടെ സംസാരം കാരണം ആർക്കെങ്കിലും ദുഃഖിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിനുവേണ്ടി വീണ്ടും വീണ്ടും ഹൃദയത്തിനകത്ത് വ്യസനിച്ച് പരിഹാരം ചെയ്യണം. ഇങ്ങനെ വരാതെ ഇരിക്കണം എന്ന ചിന്തയോടെ ആയിരിക്കണം അത്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ജന്മത്തിലുള്ളത് അത് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ലിങ്കിൽ പെട്ടുകഴിഞ്ഞാൽ അതിനുശേഷം അത് ചേഞ്ച് ആയേക്കാം. കഴിഞ്ഞ ജന്മത്തിന്റെ ഫലം ഇപ്പോൾ വരാനിടയാവും. കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ചേഞ്ച് ആവാനുള്ള വിത്ത് നിങ്ങൾ വിതച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കണക്ക് പ്രകാരം നിങ്ങൾ ചേഞ്ച് ആവാനുള്ള ശ്രമം, അതിനുള്ള പരിശ്രമം, ഒരു വിശ്വാസം, അത് ചേഞ്ച് ആവണം. അങ്ങനെയുള്ള ഒരു ചിന്തയോടെ ഇരുന്നാൽ, ആ ലിങ്ക് മാത്രം ഉണ്ടായാൽ അപ്പോൾ ചേഞ്ച് ആവും. എല്ലാവർക്കും അത് കിട്ടിയെന്ന് വരില്ല. ആർക്കാണോ ലിങ്ക് ഉള്ളത് അവർക്ക് മാത്രമേ അത് കിട്ടൂ. അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ അത് നടക്കില്ല. ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. പക്ഷെ ഇന്ന് അവന്റെ ചിന്ത ചിലപ്പോൾ നല്ലതാണ് എന്നുണ്ടെങ്കിൽ, നാം കാരണം ആരും ദുഃഖിക്കരുത് എന്ന് കരുതിയാൽ, ആരെയും സങ്കടപ്പെടുത്തരുതെന്ന് കരുതിയാൽ, എല്ലാവർക്കും എൻ്റെ സംസാരം കൊണ്ട് നല്ലതേ നടക്കാവൂ എന്നയാൾ കരുതുകയാണെങ്കിൽ, ഈ ജന്മത്തിൽ ലിങ്ക് ഉണ്ടെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ അടുത്ത ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് സ്പീച്ച് ഉണ്ടാവുക. ആർക്കും യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഉണ്ടാവില്ല, സമാധാനവും കിട്ടും, ശാന്തിയും കിട്ടും. ദിവസവും പ്രാർത്ഥിക്കൂ, എൻ്റെ മനസ്സ്, വാക്ക്, ചിത്തം ഇവയാൽ ആർക്കും ദുഃഖമുണ്ടാവരുത്. നമ്മുടെ സംസാരം കൊണ്ട് ആർക്കും ദുഃഖമുണ്ടാവരുത്. മനസ്സോടെ രാവിലെ 5 പ്രാവശ്യം പറയൂ, അത് മാത്രം മതി. പറയുമ്പോൾ ഈ അവയർനെസ്സോടെ പറയൂ, ഞാൻ കാരണം ആരും ദുഃഖിക്കരുത്. അങ്ങനെ പറഞ്ഞ് മനസ്താപത്തോടെ പരിഹാരം ചെയ്യൂ. അങ്ങനെ ചെയ്താൽ മതി. അത് നിങ്ങളെ ഉയരത്തിലേക്ക് മുന്നേറാൻ സഹായിക്കും. അതിന് നിങ്ങൾ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ ഡിപ്രസ് ആവുകയോ ഫ്രസ്ട്രേറ്റ് ആവുകയോ ചെയ്യരുത്. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. അതുകൊണ്ട് യാതൊരു ഡിഫറൻസും ഉണ്ടാവില്ല. അതിനുവേണ്ടി ഈ വഴിയിലൂടെ നിങ്ങൾ മുന്നേറണം. ഞാൻ പറഞ്ഞതുപോലെ ആ വഴിയിലൂടെ നടന്നാൽ നിങ്ങൾക്കും പ്രോഗ്രസ് ഉണ്ടാവും.